തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 14. അമസിയ യൂദ രാജാവ്. ഇസ്രയേൽ രാജാവായ യഹോവാഹാസിൻ്റെ പുത്രൻ യഹോവാഷിൻ്റെ 2-ാം ഭരണവർഷം യൂദ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യഹോവദിനായിരുന്നു അവൻ്റെ അമ്മ. അവൻ കർത്താവിൻ്റെ മുമ്പിൽ നന്മ ചെയ്തെങ്കിലും പിതാവായ ദാവീദിനെ പോലെ ആയിരുന്നില്ല. അവൻ പിതാവായ യോവാഷിൻ്റെ പ്രവൃത്തികൾ പിന്തുടർന്നു, പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപാർച്ചനയും തുടർന്നു. രാജാധികാരം ഉറച്ച ഉടനെ അവൻ തൻ്റെ പിതാവിനെ നിഗ്രഹിച്ച ഭൃത്യന്മാരെ വധിച്ചു. എന്നാൽ അവൻ ആ ഘാതകരുടെ മക്കളെ കൊന്നില്ല. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നതനുസരിച്ചാണ് ഇത്. അതിൽ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, മക്കളുടെ തെറ്റിന് പിതാക്കന്മാരോ പിതാക്കന്മാരുടെ തെറ്റിനു മക്കളോ വധിക്കപ്പെടരുത്. വധിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ശിക്ഷയായിട്ടായിരിക്കണം. അവൻ 10,000 എദോമ്യരെ ഉപ്പുതാഴ്വരയിൽ വെച്ച് കൊല്ലുകയും മിന്നലാക്രമണത്തിലൂടെ സേല പിടിച്ചടക്കുകയും ചെയ്തു. അത് ഇന്നും യൊക്തേൽ എന്ന് അറിയപ്പെടുന്നു. അനന്തരം അമസിയ യേഹൂവിൻ്റെ പൗത്രനും യഹോവാഹാസിൻ്റെ പുത്രനും ഇസ്രയേൽ രാജാവുമായ യഹോവാഷിനെ കൂടിക്കാഴ്ചയ്ക്ക് ദൂതന്മാരെ അയച്ചു ക്ഷണിച്ചു. ഇസ്രയേൽ രാജാവായ യഹോവാഷ് യൂദ രാജാവായ അമസിയായിക്ക് ഈ സന്ദേശം അയച്ചു. ലെബനോനിലെ ഒരു മുൾച്ചെടി ലെബനോനിലെ കാരകിലിനോട് ഇങ്ങനെ പറഞ്ഞയച്ചു, നിന്റെ പുത്രിയെ എൻ്റെ പുത്രന് ഭാര്യയായി നൽകുക. ലെബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടിയെ ചവിട്ടി തേച്ചു കളഞ്ഞു. നീ എദോമിനെ തകർത്തു. അതിൽ നീ അഹങ്കരിക്കുന്നു. കിട്ടിയ പ്രശസ്തിയും കൊണ്ട് അടങ്ങിക്കഴിയുക. നിനക്കും യൂദായ്ക്കും എന്തിനു നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസിയ കൂട്ടാക്കിയില്ല. അതിനാൽ ഇസ്രയേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിനു പുറപ്പെട്ടു. യൂദായിലെ ബെത്ശേമെശിൽ വെച്ച് അവർ ഏറ്റുമുട്ടി. യൂദ തോറ്റോടി. ഇസ്രയേൽ രാജാവായ യഹോവാഷ് ബെത്ശേമെശിൽ വെച്ച് അഹസ്യായുടെ പൗത്രനും യോവാഷിൻ്റെ പുത്രനും യൂദ രാജാവുമായ അമസിയായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ജെറുസലേം മതിൽ എഫ്രയീം കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെയും രാജഭണ്ഡാരത്തിലെയും സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ചു. തടവുകാരെയും സമരിയായിലേക്ക് കൊണ്ടുപോയി. യഹോവാഷിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭാവവും യൂദ രാജാവായ അമസിയായോട് ചെയ്ത യുദ്ധവും ഇസ്രയേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്നു ഇസ്രയേൽ രാജാക്കന്മാരോടൊപ്പം സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ജെറോബാവാം ഭരണമേറ്റു. യൂദ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസിയ ഇസ്രയേൽ രാജാവായ യഹോവാഹാസിൻ്റെ പുത്രൻ യഹോവാഷിൻ്റെ മരണത്തിനു ശേഷം 15 കൊല്ലം ജീവിച്ചു. അമസ്യായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറുസലേമിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതറിഞ്ഞ് അവൻ ലാഖീഷിലേക്ക് പലായനം ചെയ്തു. അവർ അവനെ അനുധാവനം ചെയ്ത് ലാഖീഷിൽ വെച്ച് വധിച്ചു.
അവർ അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവീദിന്റെ നഗരമായ ജെറുസലേമിൽ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു. അനന്തരം യൂദാ നിവാസികൾ 16 വയസ്സുള്ള അസറിയ രാജകുമാരനെ പിതാവായ അമസ്യായുടെ സ്ഥാനത്ത് അവരോധിച്ചു. പിതാവിൻ്റെ മരണത്തിന് ശേഷം അസറിയ ഏലാത്ത് വീണ്ടെടുത്ത് പുതുക്കി പണിതു. ജെറോബാവാം രണ്ടാമൻ ഇസ്രയേൽ രാജാവ്. യൂദ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസ്യായുടെ 15-ാം ഭരണവർഷം ഇസ്രയേൽ രാജാവായ യഹോവാഷിൻ്റെ പുത്രൻ ജെറോബാവാം സമരിയായിൽ ഭരണം തുടങ്ങി. അവൻ 41 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ പുത്രനായ ജെറോബാവാം ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. അവൻ ഇസ്രയേലിൻ്റെ അതിർത്തി ഹമാത്ത് കവാടം മുതൽ അരാബ കടൽ വരെ പുനർസ്ഥാപിച്ചു. അത് അമിത്തായിയുടെ പുത്രനും ഗദ്ഗേഫറിൽ നിന്നുള്ള പ്രവാചകനും കർത്താവിൻ്റെ ദാസനുമായ യോന വഴി ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തത് അനുസരിച്ചാകുന്നു. ഇസ്രയേലിൻ്റെ ദുരിതം കഠിനമാണെന്ന് കർത്താവ് കണ്ടു. സ്വതന്ത്രനോ അടിമയോ ആയി ആരും അവശേഷിച്ചില്ല. ഇസ്രയേലിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഇസ്രയേലിൻ്റെ നാമം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. അതിനാൽ അവിടുന്ന് യഹോവാഷിൻ്റെ പുത്രനായ ജെറോബാമിൻ്റെ കരങ്ങളാൽ ഇസ്രയേലിനെ രക്ഷിച്ചു. ജെറോബാമിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രഭാവവും യുദ്ധങ്ങളും ദമാസ്കസിനെയും ഹാമാത്തിനെയും യൂദായുടെ അധീനതയിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രയേലിനോട് ചേർത്തതും ഇസ്രയേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജെറോബാവാം ഇസ്രയേൽ രാജാക്കന്മാരായ തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ സക്കറിയ ഭരണമേറ്റു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 15. അസറിയ യൂദ രാജാവ്. ഇസ്രയേൽ രാജാവായ ജെറോബാമിൻ്റെ 27-ാം ഭരണവർഷം യൂദ രാജാവായ അമസ്യായുടെ പുത്രൻ അസറിയ ഭരണമേറ്റു. അപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യെക്കോലിയ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ പിതാവായ അമസ്യായെപ്പോലെ കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു. അവൻ കുഷ്ഠരോഗിയായി. മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്നു താമസിക്കേണ്ടി വന്നു. പുത്രൻ യോഥാം കൊട്ടാരത്തിൻ്റെ അധിപനായി രാജ്യഭരണം നടത്തി. അസറിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസറിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ യോഥാം രാജാവായി. ഇസ്രയേൽ രാജാക്കന്മാർ സക്കറിയ. യൂദാ രാജാവായ അസറിയായുടെ 38-ാം ഭരണവർഷം ജെറോബാമിൻ്റെ പുത്രൻ സക്കറിയ സമരിയായിൽ ഇസ്രയേലിനെ 6 മാസം ഭരിച്ചു. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ പുത്രനായ ജെറോബാവാം ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബേഷിൻ്റെ പുത്രൻ ശല്ലൂം അവനെതിരെ ഗൂഢാലോചന നടത്തി. ഇബ്ളയാമിൽ വെച്ച് അവനെ വധിച്ച് രാജാവായി. സക്കറിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രയേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിന്റെ പുത്രന്മാർ 4 തലമുറകൾ വരെ ഇസ്രയേലിൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് കർത്താവ് യേഹൂവിന് നൽകിയ വാഗ്ദാനം പൂർത്തിയായി. ശല്ലൂം. യൂദാ രാജാവായ ഊസിയായുടെ 39-ാം ഭരണവർഷം യാബേഷിൻ്റെ പുത്രൻ ശല്ലൂം ഭരണമേറ്റു. സമരിയായിൽ 1 മാസം ഭരിച്ചു. ഗാദിയുടെ പുത്രൻ മനാഹേം തീർസായിൽ നിന്ന് സമരിയായിൽ വന്ന് യാബേഷിൻ്റെ പുത്രനായ ശല്ലൂമിനെ വധിച്ച് രാജാവായി.
ഷെല്ലൂമിൻ്റെ ഗൂഢാലോചനയും മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് തപ്പുവ നിവാസികൾ നഗരവാതിൽ തനിക്കു വേണ്ടി തുറക്കാത്തതിനാൽ മെനാഹേം നഗരത്തെയും നിവാസികളെയും തീർസ മുതലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ച് അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു. മെനാഹേം യൂദ രാജാവായ അസറിയായുടെ 39 ഭരണവർഷം ഗാദിയുടെ പുത്രനായ മെനാഹേം ഇസ്രയേലിൽ ഭരണമേറ്റു. അവന് 10 വർഷം സമരിയായിൽ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകനായ ജെറോബാവാം ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല. അസീറിയ രാജാവായ പൂൽ ഇസ്രയേലിനെതിരെ വന്നു. തൻ്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മെനാഹേം അവന് 1000 താലന്ത് വെള്ളി സമ്മാനിച്ചു. മെനാഹേം ഇസ്രയേലിലെ എല്ലാ ധനികരിൽ നിന്ന് 50 ഷെക്കേൽ വെള്ളി വീതം ശേഖരിച്ചതാണ് ഈ പണം. അസീറിയ രാജാവ് പിന്തിരിഞ്ഞു. മെനാഹേമിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രയേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മെനാഹേം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ പെക്കാഹിയ രാജാവായി. പെക്കാഹിയ യൂദ രാജാവായ അസറിയായുടെ 50 ഭരണവർഷം മെനാഹേമിൻ്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ് ഇസ്രയേലിനെ സമരിയായിൽ 2 വർഷം ഭരിച്ചു. കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ പുത്രൻ ജെറോബാവാം ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. പടനായകനും റമാലിയായുടെ പുത്രനുമായ പെക്കാഹ് 50 ഗെല്യാത്യരോടൊത്ത് ഗൂഢാലോചന നടത്തി. സമരിയായിലെ കൊട്ടാരത്തിൻ്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയായെ വധിച്ചു രാജാവായി. പെക്കാഹിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെക്കാഹ് യൂദ രാജാവായ അസറിയായുടെ 52 ഭരണവർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹ് രാജാവായി. അവൻ സമരിയായിൽ ഇസ്രയേലിനെ 20 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകനായ ജെറോബാവാം ഇസ്രയേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. ഇസ്രയേൽ രാജാവായ പെക്കാഹിൻ്റെ കാലത്ത് ഇയോൺ, ആബേൽ, ബെൽമക്ക, യനോവ, കേദേശ്, ഹസോർ, ഗിലെയാദ്, ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസർ പിടിച്ചടക്കി ജനത്തെ തടവുകാരാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഓസിയായുടെ മകൻ യോഥാമിൻ്റെ 20 ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയായുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി. അവനെ വധിച്ച് രാജാവായി. പെക്കാഹിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂദ രാജാവ് യോഥാം റമാലിയായുടെ പുത്രൻ പെക്കാഹിൻ്റെ 2 ഭരണവർഷം യൂദ രാജാവായ ഊസിയായുടെ മകൻ യോഥാം ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിൻ്റെ മകളായ യെറൂഷയായിരുന്നു അവൻ്റെ മാതാവ്. പിതാവായ ഊസിയായെ പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. അവൻ ദേവാലയത്തിൻ്റെ ഉപരികവാടം നിർമ്മിച്ചു. യോഥാമിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റെസീനെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിനെയും യൂദായ്ക്കെതിരെ അയച്ചു തുടങ്ങി. യോഥാം പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു. പുത്രൻ ആഹാസ് രാജാവായി. രാജാക്കന്മാരുടെ 2 പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 16. ആഹാസ് യൂദ രാജാവ്. റമാലിയായുടെ പുത്രനായ പെക്കാഹിൻ്റെ 17 ഭരണവർഷം യൂദ രാജാവായ
യോഥാമിൻ്റെ പുത്രൻ ആഹാസ് ഭരണം തുടങ്ങി. അപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 വർഷം ജെറുസലേമിൽ ഭരിച്ചു. പിതാവായ ദാവീദിനെ പോലെയല്ല അവൻ ജീവിച്ചത്. അവൻ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല. ഇസ്രയേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു. കർത്താവ് ഇസ്രയേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുകപോലും ചെയ്തു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും മരച്ചുവട്ടിലും ബലികളും ധൂപവും അർപ്പിച്ചു. സിറിയ രാജാവായ റസീനും ഇസ്രയേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കാഹും ജെറുസലേമിനെതിരെ വന്ന് ആഹാസിനെ ആക്രമിച്ചു. എങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അക്കാലത്ത് ഏദോം രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏദോമിനോട് ചേർക്കുകയും ഏലാത്തിൽ നിന്ന് യൂദാജനത്തെ ഓടിച്ചു കളയുകയും ചെയ്തു. ഏദോമ്യർ ഏലാത്തിൽ വന്ന് അവർ ഇന്നോളം അവിടെ താമസിക്കുന്നു. ആഹാസ് ദൂതന്മാരെ അയച്ച് അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ അറിയിച്ചു, ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമാണ്. എന്നെ ആക്രമിക്കുന്ന സിറിയ രാജാവിൻ്റെയും ഇസ്രയേൽ രാജാവിൻ്റെയും കൈകളിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കണം. ആഹാസ് ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ നിധികളും അസീറിയ രാജാവിന് സമ്മാനമായി അയച്ചു. അസീറിയ രാജാവ് അപേക്ഷ സ്വീകരിച്ചു. അവൻ ചെന്ന് ദമാസ്കസ് കീഴടക്കി നിവാസികളെ ബന്ധിച്ച് ഖീറിലേക്ക് കൊണ്ടുപോയി റെസീനെ കൊല്ലുകയും ചെയ്തു. ആഹാസ് രാജാവ് അസീറിയ രാജാവായ തിഗ്ലാത്ത് പിലേസറിനെ സന്ദർശിക്കാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായിക്ക് ബലിപീഠത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകയും അളവുകളും കൊടുത്തയച്ചു. ആഹാസ് രാജാവ് ദമാസ്കസിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊറിയ ബലിപീഠം നിർമ്മിച്ചു. ദമാസ്കസിൽ നിന്ന് വന്നപ്പോൾ രാജാവ് ബലിപീഠം നോക്കിക്കണ്ടു. അവൻ അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും സമാധാന ബലിയുടെ രക്തവും അർപ്പിച്ചു. അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബലിപീഠം ദേവാലയത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേ നിന്ന് മാറ്റി ബലിപീഠത്തിനു വടക്കുവശത്ത് സ്ഥാപിച്ചു. ആഹാസ് രാജാവ് പുരോഹിതൻ ഊറിയായോട് കൽപ്പിച്ചു, മഹാബലിപീഠത്തിൽ പ്രഭാത ദഹനബലിയും സായാഹ്ന ധാന്യബലിയും രാജാവിൻ്റെ ദഹനബലിയും ധാന്യബലിയും ജനത്തിൻ്റെ ദഹനബലിയോടും ധാന്യബലിയോടും പാനീയബലിയോടും ചേർത്ത് അർപ്പിക്കണം. ദഹനബലിയുടെയും മറ്റു ബലികളുടെയും രക്തം അതിന്മേൽ തളിക്കണം. ഓട്ടുബലിപീഠം എനിക്ക് ഉപദേശമാരായാനാണ്. ആഹാസ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ചു മാറ്റുകയും ശ്ലാനപാത്രം നീക്കം ചെയ്യുകയും ഓട്ടുകാളകൾ താങ്ങുന്ന ജലസംഭരണി അവിടെ നിന്ന് എടുത്ത് കല്ലിൽ തീർത്ത പീഠത്തിന്മേൽ സ്ഥാപിക്കുകയും ചെയ്തു. ശാബത്തിൽ ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർമ്മിച്ചിരുന്ന മേൽപ്പുരയുള്ള വഴിയും രാജാവിനു ദേവാലയത്തിലേക്ക് വരാനുള്ള ബാഹ്യ കവാടവും അസീറിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ നീക്കം ചെയ്തു. ആഹാബിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു ദാവീദിൻ്റെ നഗരത്തിൽ അവരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ഹെസക്കിയ രാജാവായി. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.